magnetic field due to a bar magnet. Bar magnet ഒരു magnetic dipole എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞിരുന്നു. bar magnet at equatorial point, equatorial line എന്ന് എടുക്കാം, equatorial line. അപ്പം നേരത്തെ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് കൺസിഡർ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ. നമ്മളൊരു ബാർ മാഗ്നറ്റ്, അവിടെ ഇലക്ട്രിക് ഡൈപോൾ കൺസിഡർ ചെയ്ത പോലെ തന്നെ ഇവിടെ ബാർ മാഗ്നറ്റ് കൺസിഡർ ചെയ്യാണ്. ബാർ മാഗ്നറ്റിന്റെ സൗത്ത് പോൾ ഞാൻ ഇവിടെ ആയിട്ട് എടുക്കുകയാണ്, നോർത്ത് പോൾ ഇവിടെ ആയിട്ട് എടുക്കുകയാണ്. ബാർ മാഗ്നറ്റിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ്. ബാർ മാഗ്നറ്റിന്റെ ടോട്ടൽ ലെങ്ത് 2L ആണ്. ബാർ മാഗ്നറ്റിന്റെ ടോട്ടൽ ലെങ്ത്. ഇത് അതിന്റെ സെന്റർ ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് സ്മോൾ എല്ലും, അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് സ്മോൾ എല്ലുമാണ്. അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി സെന്ററിൽ നിന്ന്, ഇതിന്റെ സെന്ററിൽ നിന്ന് ഒരു R ഡിസ്റ്റൻസ് ദൂരെ ഒരു R ഡിസ്റ്റൻസ് ദൂരെ ഒരു P എന്ന് പറയുന്ന പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. ആ P എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓൾറെഡി നമുക്കറിയാം ഒരു ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു അയണിനെ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നോർത്ത് പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറൊരു മാഗ്നറ്റിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇവിടെ നോർത്ത് പോൾ എപ്പോഴും ഈ പോയിന്റിൽ ഈ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നത്, അതായത് B ഡ്യൂ ടു നോർത്ത്. അതേപോലെ സൗത്ത് പോൾ എപ്പോഴും ഈ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡിന് കൊടുക്കുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും, ഇത് B ഡ്യൂ ടു സൗത്ത്. അപ്പൊ നമുക്കറിയാം ഇവിടെ രണ്ടും സ്ലാൻഡിങ് രീതിയിലാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ രണ്ട് കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു ബാർ മാഗ്നറ്റ് കൺസിഡർ ചെയ്തു, അതിന്റെ സൗത്ത് പോൾ ഇവിടെ, നോർത്ത് പോൾ ഇവിടെ. നമ്മൾ അതിന്റെ ഇക്വേറ്റർ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? ഇക്വേറ്റോറിയൽ ലൈനിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു, സെന്ററിൽ നിന്ന് R ഡിസ്റ്റൻസ് ദൂരെ. ടോട്ടൽ ലെങ്ത് 2L ആണ്, പകുതി വരുമ്പോൾ LL വരും ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ പോയിന്റിൽ ഈ നോർത്ത് പോൾ മുഖാന്തരം ഇങ്ങോട്ടേക്കാണ്, എവേ ഫ്രം ദി നോർത്ത് പോൾ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സൗത്ത് പോൾ ആണെങ്കിൽ ടുവേർഡ് സൗത്ത് പോൾ ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുക. അങ്ങനെ രണ്ടും സ്ലാൻഡിങ് പൊസിഷനിലാണ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇതിനെ രണ്ട് കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. ഒരെണ്ണം ഇങ്ങോട്ട്, ഒരെണ്ണം ഇങ്ങോട്ട്. B നോർത്തിനെ രണ്ട് കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതേപോലെ തന്നെ B സൗത്തിനെയും രണ്ട് കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇത് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും. ഓക്കെ, നമുക്കറിയാം നോർത്ത് പോൾ ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയും ആയിരിക്കും. വേറെ ഏതെങ്കിലും കളർ ഉപയോഗിക്കാം, ഇതായിരിക്കും. അതേപോലെ സൗത്ത് പോൾ ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയും ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ തീറ്റ എന്ന് എടുക്കാം, ഇതിനെ തീറ്റ ആയിട്ട് എടുക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഡിസ്റ്റൻസ് നോക്കാം. നമുക്കറിയാം ഇത് 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രി ആണെങ്കിൽ ഇത് ആറും ഇത് എല്ലും ആണെങ്കിൽ ഇത് റൂട്ട് ഓഫ് നമുക്ക് എന്തെന്ന് എഴുതാം, R സ്ക്വയർ നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ പ്ലസ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അവിടുന്ന് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഇവിടെ R സ്ക്വയർ പ്ലസ് L സ്ക്വയർ എന്ന് എഴുതാം. R സ്ക്വയർ പ്ലസ് L സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെയും സ്ക്വയർ റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് L സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് കമ്പോണന്റ് ആണ് കോസ് കമ്പോണന്റ് എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പം എപ്പോഴും ആലോചിച്ചോണം, തീറ്റ അടുത്ത് വരുന്ന കമ്പോണന്റ് കോസ് കമ്പോണന്റ് ആണ്. അപ്പൊ ഇത് 90 ഡിഗ്രി ആണ്, ഇത് തീറ്റ ആണെങ്കിൽ ഇതപ്പം 90 മൈനസ് തീറ്റ ആണെങ്കിൽ ഒബ്വിയസ്ലി ഇതും 90 മൈനസ് തീറ്റ വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് തീറ്റ വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് B നോർത്തിന്റെ കോസ് കമ്പോണന്റ് ഇതാണ്, BN കോസ് തീറ്റ. അപ്പൊ ഇത് BN സൈൻ തീറ്റ ആവും. അതേപോലെ തന്നെ ഇത് തീറ്റ ആണ്, ഇത് 90 ആണ്, ഇത് 90 മൈനസ് തീറ്റ വരുവാണെങ്കിൽ ഇത് എന്ത് വരും? ഇത് തീറ്റ വരും, ഇത് തീറ്റ വരും. അപ്പൊ ഇത് ഇവിടെ BS കോസ് തീറ്റ ഇതാണ്. അതേപോലെ തന്നെ ഇത് BS സൈൻ തീറ്റ ഇതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പടത്തിനകത്ത് മാർക്ക് ചെയ്യേണ്ടത്. ഇനി ഓരോ കാര്യങ്ങൾ നമ്മൾ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെയും നമ്മൾ എഴുതുന്നതൊക്കെ നിങ്ങൾ ഓപ്ഷണൽ ആണ് കേട്ടോ. എഴുതുന്നതിനൊന്നും വലിയ മാർക്കൊന്നും കിട്ടത്തില്ല. ജസ്റ്റ് എന്താണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം മാത്രം നിങ്ങൾക്ക് സ്വന്തം സെന്റൻസിൽ എഴുതാം. ഞാനിവിടെ അങ്ങ് എഴുതി പിടിപ്പിക്കുന്നതേ ഉള്ളൂ. നോക്കിക്കോളൂ. കൺസിഡർ, താഴെയാണ് എഴുതേണ്ടത്, സൈഡിലല്ല. കൺസിഡർ എ ബാർ മാഗ്നറ്റ് ഓഫ് പോൾ സ്ട്രെങ്ത് M having north pole and south pole.
separated by a distance of 2L let P be a point at r distance from the center of dipole dipole എന്ന് പറഞ്ഞാൽ ബാർ മാഗ്നറ്റ് ആണ്. ഞാൻ ബാർ മാഗ്നറ്റ് തന്നെ എഴുതാം. സെന്റർ ഓഫ് ബാർ മാഗ്നറ്റ് at equatorial line magnetic field at point P due to north pole is away ഇങ്ങനെ direction of magnetic field at point P എന്ന് എഴുതണേ. direction of magnetic field at point P due to north pole is away from north pole. അതേപോലെ തന്നെ direction of magnetic field at point P due to south pole is towards south pole. So at point P magnetic field is resolved. Magnetic field due to north pole magnetic field due to north pole is resolved into two components Bn cos theta and Bn sin theta. Similarly, at point P, magnetic field due to south pole is also resolved into two components Bs cos theta and Bs sin theta. Bn sin theta and Bs sin theta being equal and opposite, hence cancels each other. Bs cos theta and Bn cos theta exist. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം അത് രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് ബി നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് പ്ലസ് ചെയ്യണം. Bn cos theta പ്ലസ് Bs cos theta. അപ്പോൾ നമുക്കറിയാം Bn cos thetaയുടെ ഇക്വേഷൻ നമുക്കറിയാം എന്താ, μ0 ഡിവൈഡഡ് ബൈ 4π പോൾ സ്ട്രെങ്ത് സ്മോൾ m ആണ് ഡിവൈഡഡ് ബൈ അതിന്റെ ഡിസ്റ്റൻസ് എത്ര, നോർത്ത് പോളും അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ √r² + L² ദി ഹോൾ സ്ക്വയർ ആണ് ഇൻറ്റു cos theta
പ്ലസ് ഇവിടെയും μ0 ഡിവൈഡ് ബൈ 4π. അവിടുത്തെ പോൾ സ്ട്രെങ്ത് സെയിം ആണ്, ഡിവൈഡ് ബൈ ഇതും അത് തന്നെയാണ്, ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയറിന്റെ റൂട്ടിന്റെ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ നമുക്കറിയാം രണ്ടും സെയിം ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻറ്റു 2 ഇട്ടാൽ മതി, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു μ0 m ഡിവൈഡഡ് ബൈ 4π സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. അത് ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം, ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ റൂട്ടിന്റെ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ നമുക്കറിയാം ഇവിടെ നിന്ന് 2 ഇൻറ്റു μ0 m ഡിവൈഡഡ് ബൈ 4π റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ എന്നങ്ങ് എഴുതിയാൽ മതി, റേസ് ടു 1 എന്നങ്ങ് എഴുതാം, ഇൻറ്റു കോസ് തീറ്റയ്ക്ക് ഇവിടെ വാല്യൂ എടുക്കാൻ പോവാണ്. നോക്കിയോ, കോസ് തീറ്റ എന്ന് പറയുമ്പോൾ ഇതിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ട്രയാങ്കിളിനകത്തുനിന്ന് കോസ് തീറ്റ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ട്രയാങ്കിളിനകത്തുനിന്ന് കോസ് തീറ്റ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം കോസ് തീറ്റ എന്ന് പറയുമ്പോൾ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പം ആ തീറ്റയുടെ അഡ്ജസന്റ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ്, എൽ ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ സൈഡിലോട്ട് എഴുതുക, ഇതിന്റെ സൈഡിലോട്ട് എവിടെയെങ്കിലും എഴുതി വെക്കുക. കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇവിടെ അഡ്ജസന്റ് എന്ന് പറയുമ്പോൾ എൽ ആണ്, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയറിന്റെ റൂട്ടാണ്. അതിനെ നമുക്ക് എൽ ഡിവൈഡഡ് ബൈ റൂട്ടിനെ നമ്മൾ റേസ് ടു 1/2 ആക്കി എഴുതുകയാണ്, ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ദി ഹോൾ റേസ് ടു 1/2. അങ്ങനെയാണ് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. കോസ് തീറ്റയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എൽ ഡിവൈഡഡ് ബൈ എന്തെന്ന് കൊടുക്കാം? ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ദി ഹോൾ റേസ് ടു 1/2 എന്ന് കൊടുക്കാം. അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് μ0 2l m ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു ഇത് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ റേസ് ടു 1ഉം ഇത് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ റേസ് ടു 1/2 ആണ്. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എം എന്ന് പറയുമ്പോൾ എ റേസ് ടു എം പ്ലസ് എൻ ആണ്. അപ്പോൾ 1 പ്ലസ് 1/2 എന്ന് പറയുമ്പോൾ 3/2 വരും. അപ്പം ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ദി ഹോൾ റേസ് ടു 3/2 വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ചെയ്യാം, നോക്കിക്കോളൂ, ഇങ്ങനെ ചെയ്യാം. 2l ഇൻറ്റു എം എന്ന് പറയുമ്പോൾ എത്രയാ? 2l ഇൻറ്റു എം എന്ന് പറയുമ്പോഴത്തേക്കും 2l ഇൻറ്റു എം എന്ന് പറയുമ്പോഴത്തേക്കും മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ക്യാപിറ്റൽ എം. അപ്പം μ0 ഡിവൈഡ് ബൈ 4π ഇൻറ്റു എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ദി ഹോൾ റേസ് ടു 3/2 ഇങ്ങനെ വരും. ഇനിയും എന്താണ് നമുക്ക് കണ്ടീഷൻ കൊടുക്കാൻ പോകുന്നത്? ഇതിപ്പോൾ ബി നെറ്റ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബി നെറ്റ് കണ്ടീഷൻ കൊടുക്കാൻ പോവാണ്. ആർ വെരി വെരി ഗ്രേറ്റർ ദാൻ എൽ. അങ്ങനെയാണ് ആർ സ്ക്വയർ വെരി 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 ഗ്രേറ്റർ ദാൻ എൽ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, എൽ സ്ക്വയർ ഇൻ ഡിനോമിനേറ്റർ ക്യാൻ ബി നെഗ്ലക്റ്റഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ബി നെറ്റ് ഈസ് ഈക്വൽ ടു μ0 m ഡിവൈഡ് ബൈ 4π എന്തായി പോകും? ആർ സ്ക്വയർ എൽ എന്താണ്? എൽ വളരെ ചെറുതാണ്, അപ്പം എല്ലാം അങ്ങ് ക്യാൻസൽ ആയി പോകും. ബാക്കി ആർ സ്ക്വയർ റേസ് ടു 3/2 വരും. ഈ 2ഉം ഇതും കൂടെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബി നെറ്റ് എന്ത് കിട്ടും? ബി നെറ്റ് എന്ന് പറയുമ്പോൾ ബി ഇക്വറ്റോറിയൽ ആണ് കിട്ടുന്നത്. ബി ഇക്വറ്റോറിയൽ ഈസ് ഈക്വൽ ടു μ0 m ഡിവൈഡഡ് ബൈ 4π r ക്യൂബ്. നമുക്ക് ഈ ഇക്വറ്റോറിയൽ എന്തായിരുന്നു അവിടെ കിട്ടിയത് കഴിഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത്? ഈ ഇക്വറ്റോറിയൽ നമുക്കിങ്ങനെ പി ഡിവൈഡഡ് ബൈ 4π എപ്സിലോൺ 0 r ക്യൂബ് ആയിരുന്നു. ശരിക്കും ഇത് റിലേറ്റബിൾ ആണ് അല്ലേ? കാരണം ഇവിടെ μ0ക്ക് പകരം ഇവിടെ 1/ε0 വന്നേ ഉള്ളൂ. എമ്മിന് പകരം ഇവിടെ പി വന്നു, 4πക്ക് പകരം ഇവിടെയും 4π, r ക്യൂബിന് പകരം r ക്യൂബ് തന്നെ കണ്ടോ. അപ്പം എല്ലാം സെയിം സാധനം തന്നെയാണ് അവിടെ വന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും സെയിം കൺസെപ്റ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് പ്രതിപാദിക്കാൻ പറ്റും എന്നുള്ളതാണ് എന്നതായിരുന്നു നമുക്കിവിടെ തെളിയിക്കാനുള്ളത്. മറ്റേ അതിന്റെ സെയിം ഡെറിവേഷൻ ആണ്. ഞാൻ ഇത് ചെറുതാക്കാം, എഴുതാനുള്ളവർക്കെല്ലാം എഴുതാം. എവിടെ മുതലാണ് എഴുതാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുതൽ കാണിക്കാം. താഴോട്ടാണെങ്കിൽ എല്ലാം ഞാൻ ഒന്നുകൂടെ അതുപോലെ കാണിച്ചു തരാം. നിങ്ങൾ എഴുതാനുള്ള എഴുതിക്കോ. So could you scroll down? Yes.
sir, a little bit up. താഴോട്ടാണോ? Up. Just a little bit. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അടുത്തത് ഒരു ഡെറിവേഷൻ ആണ്. അത് ബാർ മാഗ്നറ്റ് ഇക്വാലന്റ് ടു എ സോളിനോയിഡ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. നമുക്ക് തെളിയിച്ച് കാണിക്കണം. അതായത് ബാർ മാഗ്നറ്റിന്റെ ഇക്വേഷൻ, ബാർ മാഗ്നറ്റ് തന്നെയാണ് സോളിനോയിഡ് എന്നും സോളിനോയിഡ് തന്നെയാണ് ബാർ മാഗ്നറ്റ് എന്നും നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് പറയാൻ പറ്റും. പക്ഷേ രണ്ടിന്റെ ഇക്വേഷൻ ഈക്വൽ എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചത് സോളിനോയിഡിന്റെ ഒരു ഇക്വേഷൻ ആയിരുന്നു നമ്മൾ പഠിച്ചത്, അല്ലേ? അപ്പം അത് വെച്ചിട്ട് നമുക്ക് ബാർ മാഗ്നറ്റിന്റെ അത് തന്നെയാണ് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത ഡെറിവേഷൻ. അതും കൂടെ തരാം, നോക്കിക്കോളൂ. ഹെഡിങ് എഴുതിക്കോളൂ. ബാർ മാഗ്നറ്റ് ഇക്വാലന്റ് ആസ് സോളിനോയിഡ്. ബാർ മാഗ്നറ്റ് ഇക്വാലന്റ് ആസ് സോളിനോയിഡ്. ഓക്കെ, ഇതിനകത്ത് കുറെ കൊനഷ്ട് സാധനങ്ങളുണ്ട്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഒരു സോളിനോയിഡ് കൺസിഡർ ചെയ്യുക. സോളിനോയിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഒരു സോഫ്റ്റ് അയൺ കോറിലാണ് സോളിനോയിഡിന്റെ കമ്പിച്ചുരുൾ ചുറ്റുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു സോഫ്റ്റ് അയൺ കോർ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇതൊരു സോഫ്റ്റ് അയൺ കോറാണ്. സോഫ്റ്റ് അയൺ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പച്ചിരുമ്പ്, ഒരു ഇരുമ്പ്, ഇതുപോലെ ഒരു ഹോളോ ആയിട്ടുള്ള ഒരു ഇരുമ്പ്. അപ്പോൾ ആ ഇരുമ്പ് വെച്ചിട്ട് ആ ഇരുമ്പയിലാണ് നമ്മൾ സോളിനോയിഡ് കോയിൽ ചെയ്യുന്നത്. അപ്പം ഇതിന്റെ കോയിൽ ഞാൻ ഇങ്ങനെ ചുറ്റുവാണ്. ഇതിൽ കുറേ കോയിലുകളുണ്ട്. റൗണ്ടിൽ ഇങ്ങനെ എന്ത് ചെയ്യുക, ഇത് വൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഇത്തിരി വലുതാക്കി വരയ്ക്കേണ്ടത് നിങ്ങൾ വരയ്ക്കുമ്പോഴേ, അതിനകത്ത് കുറേ കാര്യങ്ങൾ കൺസിഡർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഓക്കെ, ഇങ്ങനെയാണല്ലോ സോളിനോയിഡ്. ഇതുവഴി കറണ്ട് ഇങ്ങനെ കയറിയിട്ട് ഇതുവഴി കറണ്ട് ഇറങ്ങി വരും. ഓക്കെ, ഇത് നമ്മുടെ ആ സോളിനോയിഡിന്റെ സോഫ്റ്റ് അയൺ കോറിന്റെ അല്ലെങ്കിൽ സോളിനോയിഡിന്റെ കോയിൽ ചെയ്തിരിക്കുന്നതിന്റെ റേഡിയസ് ആണ്. അതായത് സോഫ്റ്റ് അയണിന്റെ റേഡിയസ് തന്നെ ആയിരിക്കുമല്ലോ അതിന്റെ. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ ഇതിനൊരു സെൻട്രൽ പോർഷൻ, നമ്മുടെ ബാർ മാഗ്നറ്റിന്റെ സെന്റർ കൺസിഡർ ചെയ്ത പോലെ തന്നെ ഇതിനൊരു സെൻട്രൽ പോർഷൻ ഞാൻ കൺസിഡർ ചെയ്യുകയാണേ. ഓക്കെ, അപ്പം ഇതിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ 2L ആയിട്ട് എടുക്കുകയാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2L ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും എന്തായിരിക്കും? L ആയിരിക്കും. ഇവിടെയും അതേപോലെ തന്നെ എന്ത് തന്നെയായിരിക്കും? L തന്നെയായിരിക്കും. ഓക്കെ ആണല്ലോ? ഈ കാര്യങ്ങൾ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇതിന്റെ സെന്റർ പോർഷൻ കൺസിഡർ ചെയ്തിരിക്കുന്നതിന്റെ അവിടെ നിന്ന് ഒരു എക്സ് ഡിസ്റ്റൻസ് ദൂരെ, അതായത് സെൻട്രൽ പോർഷൻ കൺസിഡർ ചെയ്തിരിക്കുന്നതിന്റെ എക്സ് ഡിസ്റ്റൻസ് ദൂരെ ഞാനൊരു ഡി എക്സ് എന്ന് പറയുന്ന ചെറിയൊരു വൗണ്ട് ചെയ്തിരിക്കുന്ന ഇത്രയും ഒരു ഏരിയ കൺസിഡർ ചെയ്യുക. അതിനകത്ത് കുറേ ടേൺസ് കാണും കേട്ടോ. ഞാൻ തന്നെ ഇത്രയും ഒരു ഡി എക്സ് എന്ന് പറയുന്ന ഒരു ചെറിയ ഏരിയ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഇത് ഡി എക്സ് ആണ്. ഡി എക്സ് എന്ന് പറയുന്ന ഒരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്തിരിക്കുക. അപ്പം അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഫിസിക്സിനകത്ത് ടോട്ടൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നമ്മൾ ചെറിയൊരു ഇത് കണ്ടുപിടിച്ച് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ടോട്ടൽ എടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത നമ്മളൊരു സോളിനോയിഡ് കൺസിഡർ ചെയ്തു. അതിനകത്ത് n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, ക്യാപിറ്റൽ N നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്.
നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ സെൻട്രൽ പോർഷൻ കൺസിഡർ ചെയ്ത് അതിന്റെ മൊത്തം ലെങ്ത് 12 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്, അസ്യൂം ചെയ്യാണ്. എന്നിട്ട് അതിന്റെ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ അല്ലേ, അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ അല്ലേ. എന്നിട്ട് സെന്ററിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് ദൂരെ ഡി എക്സ് എന്ന് പറയുന്ന ഒരു ചെറിയ ഏരിയ, ഒരു റൗണ്ടിൽ ഒരു സർഫസ് ഏരിയ ഞാൻ കൺസിഡർ ചെയ്യാണ്. അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചിട്ട് പിന്നീട് ഞാൻ ടോട്ടൽ ചെയ്തിട്ടാണ് ഈ സോളിനോയിഡിന്റെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുക. അപ്പം നമ്മൾ അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് അല്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ട മാഗ്നറ്റിക് ഫീൽഡ് എവിടെയാണെന്നറിയാമോ? നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്, വേണ്ടി ഇവിടെ സെന്ററിൽ നിന്ന് ഒരു ആർ ഡിസ്റ്റൻസ് ദൂരെ ഉള്ളൊരു പോയിന്റ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ട ഈ ഡി എക്സും ഈ പി എന്ന് പറയുന്ന പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഡി എക്സും ഈ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ പകുതിക്കുള്ള ഡിസ്റ്റൻസ് ആറാണ്. ആറിൽ നിന്ന് ഈ ഇത്രയും ഡിസ്റ്റൻസ്, അതായത് ആർ എന്ന് പറയുമ്പോൾ ഈ എക്സും അതിനകത്ത് വരുന്നതാണ്. ആറിൽ നിന്ന് എക്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആർ മൈനസ് എക്സ് ആയിരിക്കും അവിടുത്തെ ഡിസ്റ്റൻസ്. ഓക്കെ, എനിക്ക് ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ഈ സോളിനോയിഡ് മൊത്തം ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓൾറെഡി നമ്മൾ ഇതൊരു ബാർ മാഗ്നറ്റ് ആണെങ്കിൽ ബാർ മാഗ്നറ്റിന്റെ ആക്സിയൽ പോയിന്റിലുള്ള ഒരു ഇതിന്റെ ഇക്വേഷനുമായിട്ട് ഈക്വൽ ആയി. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചായിരുന്നു. ആക്സിയൽ പോയിന്റിൽ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ബി ഈസ് ഈക്വൽ ടു ബി നെറ്റ്, അതായത് ബി ആക്സിയൽ ഈസ് ഈക്വൽ ടു എന്താണ് നമ്മൾ പറഞ്ഞത്? μ0 2m ഡിവൈഡഡ് ബൈ 4 π r³ ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആ ഇക്വേഷൻ തന്നെ ഇവിടെയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ, ബാർ മാഗ്നറ്റും സോളിനോയിഡും സെയിം ആണ് അല്ലെങ്കിൽ ഇക്വാലന്റ് ആണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യാറിയാമോ? നമ്മൾ ഈ ഡി എക്സിൽ കുറേ ടേൺസ് കാണുമല്ലോ. ഈ ഡി എക്സിൽ കുറേ ടേൺസ് കാണും, നമുക്ക് അറിയത്തില്ല എത്രയോ നമ്പർ ഓഫ് ടേൺസ് കാണും. അത്രയും നമ്പർ ഓഫ് ടേൺസ് ഈ പിയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആദ്യം കണ്ടുപിടിക്കും. അതായത് ആ ഡി എക്സിലുള്ള നമ്പർ ഓഫ് ടേൺസിൽ കൂടെ പോകുന്ന കറണ്ട് അവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ കണ്ടുപിടിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ അതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതാം. എന്തെങ്കിലും മനസ്സിലാകാനുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ പറഞ്ഞ കാര്യത്തിനകത്ത് എന്തെങ്കിലും മനസ്സിലാകാനുണ്ടെങ്കിൽ പറഞ്ഞു തരാം, ചോദിച്ചോ. ആരും ഒന്നും വേണ്ടതില്ല, അപ്പം ഇല്ലെന്ന് വിശ്വസിക്കുന്നു. അപ്പം അടുത്തത് ഇതിന്റെ കൺസെപ്റ്റ്, ഇതിന്റെ റൈറ്റിംഗ്സ് എഴുതാൻ നോക്കിക്കോളൂ. കൺസിഡർ എ സോളിനോയിഡ്, consider a solenoid having consider a solenoid having length 12 and radius a. Let capital N be the total number of turns of solenoid, അതായത് ആ സോളിനോയിഡ് ഉള്ള മൊത്തം ടേൺസ് ആണ് ക്യാപിറ്റൽ N. ആൻഡ് സ്മോൾ n be the number of turns per unit length. അതായത് ഒരു ചെറിയ ലെങ്ത്, ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത്രയും ഭാഗത്ത് ഒരു യൂണിറ്റ് ചിലപ്പോൾ 1 സെന്റിമീറ്റർ ആയിരിക്കും. ആ 1 സെന്റിമീറ്ററിൽ എത്ര ടേൺസ് ഉണ്ട്, അതാണ് സ്മോൾ ലെറ്റർ n. ഒരു യൂണിറ്റ് ലെങ്തിൽ എത്ര ടേൺസ് ഉണ്ടോ അതാണ് സ്മോൾ ലെറ്റർ n. അതൊക്കെ നമ്മൾ അവിടെ പറഞ്ഞപ്പോൾ പഠിപ്പിച്ചതാണ്. ഇനിയും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നറിയോ? നമ്മൾ ഈ ഓരോ ടേൺസും ഇവിടെ നമുക്കറിയാം. ഓരോ ലൂപ്പും നമ്മൾ ഒരു ഇത് പഠിച്ച് ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു കറണ്ട് ക്യാരിയിങ് സർക്കുലർ ലൂപ്പ് കൺസിഡർ ചെയ്തിട്ട് സെന്ററിൽ നിന്ന് r ഡിസ്റ്റൻസ് ദൂരെ പി എന്ന് പറയുന്ന പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഇവിടെ ഒരു ഡി എൽ കൺസിഡർ ചെയ്തു, ഇവിടെ ഒരു ഡി എൽ കൺസിഡർ ചെയ്തു, ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് പഠിച്ചതാണ്. അപ്പം ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? μ0 I² ഡിവൈഡ് ബൈ 2 × r² + a² ദി ഹോൾ റൈസ് ടു 3/2 എന്നായിരുന്നു ഇല്ലേ? ഇതുപോലെ കുറേ ലൂപ്പുകൾ ചേർന്നതാണ് സോളിനോയിഡ്. മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള ഒരു രീതിയിലാണ് നമ്മളിത് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോണം. അപ്പം നമ്മൾ മൊത്തം ഒരുമിച്ച് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ആദ്യം നമ്മൾ ഈ ഡി എക്സിലുള്ള നമ്പർ ഓഫ് ടേൺസ് മുഖാന്തരം ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത് ആദ്യം. അപ്പം അതുകൊണ്ട് അത് അങ്ങനെ എഴുതാം. കൺസിഡർ എ സ്മോൾ distance dx on the solenoid
solenoid at a distance x from the center of it. Let r be the distance of a point P where magnetic field due to solenoid is to be measured. അപ്പോൾ നമ്മൾ സോളിനോയിഡിൽ സെൻറ്ററിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് ദൂരെ ഡി എക്സ് എന്ന് പറയുന്നൊരു സ്മോൾ ഏരിയ കൺസിഡർ ചെയ്തു, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്തു. ആ ഡിസ്റ്റൻസിൽ ഉള്ള സർക്കുലർ ലൂപ്പ്, കറണ്ട് ക്യാരിങ് സർക്കുലർ ലൂപ്പ് പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, വി ഹാവ് ഓൾറെഡി studied the equation for total magnetic field at a point. അല്ല, ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് ടോട്ടലിന് കൊടുക്കണ്ട, കാരണം ഒരു ലൂപ്പ് മുഖാന്തരം ഉള്ളത്. അതായത് ഇക്വേഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് P due to a circular current carrying loop is given by അതായത് ഞാൻ നേരത്തെ പറഞ്ഞത്, അതായത് ഈ സർക്കുലർ ലൂപ്പ് മുഖാന്തരം ഇതിന്റെ സെന്ററിൽ നിന്ന് r ഡിസ്റ്റൻസ് ദൂരെ ഈ P എന്ന് പറയുന്ന പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചത് ഇങ്ങനെയൊക്കെ കൺസിഡർ ചെയ്തിട്ട് കണ്ടുപിടിച്ച് ഓർക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ കൺസിഡർ ചെയ്ത് ഇവിടെ ഒരു ഫൈ ഇങ്ങോട്ടും ഇങ്ങനെ കൺസിഡർ ചെയ്തത്, അതാണ് നമ്മൾ ആ ഇക്വേഷൻ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ബി ഈസിക്കലും എന്താ, μ0 IA² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു r² പ്ലസ് a² ദ ഹോൾ റേസ് ടു 3/2 എന്നായിരുന്നു. അത് ഒരൊറ്റ കറണ്ട് ക്യാരിങ് ലൂപ്പ് മുഖാന്തരം ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. സോളിനോയിഡ് എന്ന് പറയുമ്പോൾ ഒരു ലൂപ്പ് അല്ലല്ലോ, ഒത്തിരി ലൂപ്പ് ഉണ്ടല്ലോ. അപ്പം n ലൂപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു ലൂപ്പിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ എന്ത് ചെയ്താൽ മതി, ഇൻറ്റു n എന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ n ലൂപ്പിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. അപ്പം ഇങ്ങനെ എഴുതാം, ആസ് there are n number of turns in solenoid equation becomes ഇങ്ങനെയാവും. എന്താ, b is equal to n into എന്ത് ചെയ്താൽ മതി, μ0 IA² divided by 2 into r² plus a² the whole raised to 3/2. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഇതിപ്പം ടോട്ടലാ, നമുക്കിപ്പോൾ ടോട്ടൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം ഈ ഡി എക്സിലുള്ള കറണ്ട് ക്യാരിങ് ലൂപ്പ് ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. പിന്നെ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ. അപ്പം അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? താഴോട്ട് അടുത്തൊരു കണ്ടീഷൻ എഴുതുകയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സ്മോൾ ലെങ്ത് എലമെന്റ് dx of solenoid at point P is given by അപ്പം ആ ചെറിയ dx മുഖാന്തരം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ത് തന്നെയായിരിക്കും, ചെറുതായിരിക്കും, dB ആയിരിക്കും അല്ലേ? dB is equal to നമുക്കറിയാം n ഇൻറ്റു എന്ത് ചെയ്താൽ മതി, അതായത് ആ ചെറിയ dx-ലും ഒത്തിരി കാണുമല്ലോ, ഒത്തിരി നമ്പർ ഓഫ് ടേൺസ് കാണും. അപ്പോൾ n ഇൻറ്റു μ0 IA² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു നമ്മൾ r മൊത്തത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, ആ ആറിൽ നിന്ന് എന്താ നമുക്ക് എത്ര ഡിസ്റ്റൻസേ ഉള്ളൂ, അത് നമുക്ക് ഇതുമൂലം ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ.
അപ്പോൾ ആർ മൈനസ് എക്സ് ആണ് അവിടെ വരേണ്ടത്, ആറിന് പകരം. അപ്പം ആർ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് എന്തെന്ന് വരും, എ സ്ക്വയർ ദി ഹോൾ റേസ് ടു 3/2 എന്ന് വരും. ഇവിടൊക്കെയാണ് കൺഫ്യൂഷൻ വരുന്നത്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനിയും നമ്മൾ ഓൾറെഡി നമുക്കറിയാം നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് സ്മോൾ n ഈസിക്കൽ ടു എന്താ, ക്യാപിറ്റൽ N ഡിവൈഡ് ബൈ 2l ആണ്. അവിടെ നിന്ന് n ഈസിക്കൽ ടു നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം, സ്മോൾ n ഇൻറ്റു 2l എന്ന് എഴുതാം. അതവിടെ കിടക്കട്ടെ. അതേപോലെ തന്നെ നമ്പർ ഓഫ് ടേൺസ് ഇൻ സ്മോൾ ലെങ്ത് എലമെന്റ് ആ സ്മോൾ ലെങ്ത് എലമെന്റിലുള്ള നമ്പർ ഓഫ് ടേൺസ് ഈസ് given by നമുക്ക് ഇങ്ങനെ എടുത്താൽ പോരെ. അതായത് ക്യാപിറ്റൽ N ഈസ് ഈക്വൽ ടു സ്മോൾ n ഇൻറ്റു ഡി എക്സ് എന്ന് എടുക്കാം. ആ ഡി എക്സ് ലെങ്തിൽ എത്ര ഉണ്ടോ അതാണ് അവിടുത്തെ ടോട്ടൽ എന്താണ് നമ്പർ ഓഫ് ടേൺസ് എന്നുള്ളത്. അപ്പം ഇത് നമ്മുടെ ആ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിനകത്ത് ഈ ക്യാപിറ്റൽ N ഈസ് ഈക്വൽ ടു സ്മോൾ n ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞത് നമുക്ക് നേരെ വേണ്ട ഇതിനകത്തുകൊണ്ട് ഇതുകൊണ്ട് നേരെ ഇതിനകത്തുകൊണ്ട് ഈ എന്നിന് വരും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇരിക്കും, ഡി ബി എന്ന് നോക്കിയോ. ഡി ബി ഈസ് ഈക്വൽ ടു μ0 ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. എന്നിട്ട് ക്യാപിറ്റൽ എന്നിന് പകരം സ്മോൾ n ഇൻറ്റു ഡി എക്സ് എന്ന് കൊടുക്കുകയാണ്. ബാക്കി ഐ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ആർ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദി ഹോൾ റേസ് ടു 3/2. ഓക്കെ, കണ്ടീഷൻ കൊടുക്കാൻ പോവാണ്. ഇഫ് എ വെരി ലെസ് ദാൻ ആർ, നമുക്കറിയാം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡിസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ റേഡിയസ് വളരെ ചെറുതാണ്. അതേപോലെ തന്നെ എക്സ് വെരി ലെസ് ദാൻ ആർ ആണ്, ശരിയല്ലേ? അതായത് നമ്മൾ ആ കൺസിഡർ ചെയ്യുന്ന ചെറിയ സെന്ററിൽ നിന്ന് കൺസിഡർ ചെയ്യുന്ന ഡിസ്റ്റൻസും ആറിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും സ്ക്വയർ എന്ത് ചെയ്യാൻ പറ്റും, അതായത് therefore എ സ്ക്വയർ ആൻഡ് എക്സ് സ്ക്വയർ ഇൻ ഡിനോമിനേറ്റർ can be neglected. അങ്ങനെയാണ് നമുക്ക് മുകളിലത്തെ ഇക്വേഷൻ എങ്ങനെ തിരുത്തി എഴുതാം. ഡി ബി ഈസ് ഈക്വൽ ടു μ0 സ്മോൾ n ഡി എക്സ് ഐ എ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു അവിടുത്തെ എ സ്ക്വയറും പോയി എക്സ് സ്ക്വയറും പോയി. അപ്പോൾ പിന്നെ ബാക്കി ആരേ ഉള്ളൂ, 2 ഇൻറ്റു ആർ മൈനസ് 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ റേസ് ടു 3/2 ഇല്ലേ? ഇങ്ങനെയാണ് വരുന്നത് ഇല്ലേ? അതൊന്ന് പോയി 0 ആക്കി കൺസിഡർ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഡി ബി ഈസ് ഈക്വൽ ടു μ0 സ്മോൾ n ഡി എക്സ് ഐ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ആർ സ്ക്വയർ ദി ഹോൾ റേസ് ടു 3/2. ഇത് രണ്ടും കട്ട് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് നിലവിൽ നമുക്കിപ്പോൾ എന്ത് കിട്ടി, 2r³ വരെ കിട്ടി. അപ്പോൾ അത് ഡി ബി ആ കിട്ടുന്നത്. ഡി ബി എന്ന് പറയുമ്പോൾ എന്താ, ആ ചെറിയ ഡി എക്സിലുള്ള നമ്പർ ഓഫ് ടേൺസ് പിയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഡി ബി. നമുക്ക് ടോട്ടൽ ആണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പോൾ ടോട്ടൽ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, നിങ്ങളൊന്ന് നോക്കിയേ. ടോട്ടൽ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങേ അറ്റത്തുള്ള ലൂപ്പ് മുതൽ ഇങ്ങേ അറ്റത്തുള്ള ലൂപ്പ് ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. നമ്മളിവിടെ ലിമിറ്റ് എടുക്കുമ്പോൾ ഒരു ചെറിയ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ നടുക്കൂന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് അങ്ങനെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസിനെ നെഗറ്റീവ് എല്ലായിട്ടും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസിനെ പോസിറ്റീവ് എല്ലായിട്ടുമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് എല്ല് തൊട്ട് പോസിറ്റീവ് എല്ല് വരെ എടുക്കണം. കാരണം ഇത് 0 ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോസിറ്റീവ് ഇങ്ങോട്ട് നെഗറ്റീവ് വാല്യൂ ആണ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ആ രീതി വേണം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ താഴോട്ട് എഴുതുകയാണ് ഒരു കാര്യം. in order to find total magnetic field at point P we have to integrate the above equation within the limit minus L to plus L. എന്നിട്ട് ഇത് കൊടുക്കുക. എന്താ, ഡി ബി ഇന്റഗ്രേറ്റ് ചെയ്യുക മൈനസ് എൽ തൊട്ട് പ്ലസ് എൽ വരെ. ഇപ്പുറത്തേതും അതുപോലെ ഇന്റഗ്രേറ്റ് ചെയ്യുക മൈനസ് എൽ തൊട്ട് പ്ലസ് എൽ വരെ. നമ്മൾ ആരെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, μ0 n dx ഉണ്ടല്ലോ അല്ലയോ.
mu 0 n dx I a square divided by 2r cube. അതായത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒന്നിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ മാത്രമേ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഡി ബിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബി ടോട്ടൽ കിട്ടുമെന്ന് നമുക്കറിയാം. ഈസിക്കൽ ടു mu 0 കോൺസ്റ്റന്റ് പുറത്തിറക്കി, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് കോൺസ്റ്റന്റ് പുറത്തിറക്കി, ഐ കറണ്ട് അതുവഴി ഒഴുകുന്ന കറണ്ട് കോൺസ്റ്റന്റ് പുറത്തിറക്കി, അതിന്റെ റേഡിയസ് കോൺസ്റ്റന്റ് പുറത്തിറക്കി. താഴെയുള്ള 2r ക്യൂബും 2 കോൺസ്റ്റന്റ് ആണ്, r ക്യൂബ് റേഡിയസും ചേഞ്ച് ചെയ്യുന്നില്ല, അതും എന്താ കോൺസ്റ്റന്റ് ആണ് പുറത്തിറക്കി. അപ്പൊ ആകെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആരെയാണെന്നറിയോ? എൽ ഇന്റഗ്രൽ നെഗറ്റീവ് എൽ ടു പോസിറ്റീവ് എൽ ഡി എക്സിനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഡി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? എക്സ് ആണ് കിട്ടുന്നത്, ശരിയല്ലേ? അപ്പം ബി ടോട്ടൽ ഈസ് ഈക്വൽ ടു mu 0 n I a സ്ക്വയർ ഡിവൈഡഡ് ബൈ 2r ക്യൂബ്. എക്സിനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ലിമിറ്റ് കൊടുക്കണം -l ടു +l. അപ്പം ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് എഴുതുക. ബി ടോട്ടൽ ഈസ് ഈക്വൽ ടു mu 0 n I a സ്ക്വയർ ഡിവൈഡഡ് ബൈ 2r ക്യൂബ്. ഇത് മൈനസ്, നമുക്കറിയാം അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് +l ആണ്, മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ -l ആണ്. അതായത് ഒന്നുമില്ല, എക്സിന് പകരം എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് എഴുതുക. അതാണല്ലോ ഡെറിവേറ്റീവ് അല്ല ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ബി ടോട്ടൽ ഈസ് ഈക്വൽ ടു mu 0 n I a സ്ക്വയർ ഡിവൈഡഡ് ബൈ 2r ക്യൂബ് ഇൻറ്റു എൽ മൈനസ് എൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 2l വരും. ഓക്കെ ആണല്ലോ? ഇനിയും കഴിഞ്ഞിട്ടില്ല, നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത് മുകളിലും താഴെയും നമ്മൾ 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ മുകളിലും താഴെയും കൊണ്ട് 2π. ബി ടോട്ടൽ ഈസ് ഈക്വൽ ടു mu 0 n I a സ്ക്വയർ ഡിവൈഡഡ് ബൈ 2r ക്യൂബ് ഇൻറ്റു 2l മോൾ ഓൾറെഡി ഉണ്ട്, ഇൻറ്റു 2π ഡിവൈഡഡ് ബൈ 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാൻ പോവാണ്. ബി ടോട്ടൽ ഈസ് ഈക്വൽ ടു mu 0 ഞാൻ പൈ എ സ്ക്വയർ ഒരുമിച്ച് എഴുതുക. മുകളിൽ 2π ഉണ്ടല്ലോ, അതിനകത്ത് പൈ എ സ്ക്വയർ ഞാൻ ഒരുമിച്ച് എഴുതുകയാണ്. പിന്നെ എന്നും 2l കൂടെ ഞാൻ ഒരുമിച്ച് എഴുതുകയാണ്. n 2l ഒരുമിച്ച് എഴുതുകയാണ്. പൈ എ സ്ക്വയർ ആയി. പിന്നെ വേറൊരു ഐ ഉണ്ട് ഇവിടെ, പിന്നെ ആരുണ്ട്? പിന്നെ നമുക്കൊരു *2 ഉണ്ട് അല്ലേ? *2 ഉണ്ട്. ഡിവൈഡഡ് ബൈ താഴെ നമുക്ക് 4π r ക്യൂബ് എന്ന് ഒരുമിച്ച് എഴുതാം. നമുക്കറിയാം പൈ ഇൻറ്റു എ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും അവിടുത്തെ ആ സർക്കുലർ ലൂപ്പിന്റെ ഏരിയയാണ്. അപ്പൊ ബി ടോട്ടൽ ഈസ് ഈക്വൽ ടു mu 0 a. n ഇൻറ്റു 2l എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം n ഇൻറ്റു 2l എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എന്താ ഈ കണ്ടുപിടിച്ചല്ലേ, n ഇൻറ്റു 2l എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ n അല്ലേ, ക്യാപിറ്റൽ ലെറ്റർ n. അപ്പോൾ ഇത് ഇട്ടു, ഇത് ഇൻറ്റു n ഇൻറ്റു I ഇൻറ്റു 2 ഡിവൈഡ് ബൈ എന്താ 4π r ക്യൂബ്. നമ്മൾ ഒന്നുകൂടെ അന്ന് അറേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ ബി ടോട്ടൽ ഈസ് ഈക്വൽ ടു നമുക്കറിയാം I ഇൻറ്റു എ എന്ന് പറയുമ്പോൾ എന്താ, I ഇൻറ്റു എ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് അല്ലേ. ഒരു ടേണിന്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ് I ഇൻറ്റു എ. n ടേണിന്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുമ്പോൾ എന്ത് എഴുതിയാൽ മതി? NI എന്ന് എഴുതിയാൽ മതി, ശരിയല്ലേ? അപ്പൊ ഇവിടെ n ഉണ്ട്, I ഉണ്ട്, a ഉണ്ട്. ഇതിനെ മൂന്നിനെയും കൂടെ ചേർത്ത് നമുക്ക് എന്തെന്ന് എഴുതാം? mu 0 2 ഇൻറ്റു ക്യാപിറ്റൽ M ഡിവൈഡ് ബൈ എന്താ 4π r ക്യൂബ്. കണ്ടോ? ഇതായിരിക്കും. ഇത് തന്നെയല്ലേ നമുക്ക് തൊട്ട് മുമ്പേ കഴിഞ്ഞ ദിവസം നമ്മൾ ബാർ മാഗ്നറ്റിന്റെ ആക്സിയൽ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയ ഇക്വേഷനും ഇപ്പൊ ഈ സോളിനോയിഡിന്റെ ആക്സിസിൽ കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയ ഇക്വേഷനും സെയിം ആണ്. അപ്പോൾ ബാർ മാഗ്നറ്റും സോളിനോയിഡും സെയിം ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് പ്രൂവ് ചെയ്യാം. ഇതൊരു വലിയ ഡെറിവേഷൻ ആണ്. എനിക്ക് തോന്നുന്നൊരു 2021 ചോദിച്ചിട്ട് പിന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. അപ്പം ഈ തവണ ചോദിക്കാനുള്ള സാധ്യത 2022 കേട്ടോ, ഈ തവണ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്രയും വലിച്ചു വാരി എഴുതണ്ട, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും തന്നത്. ഇത്ര എഴുതിയില്ലെങ്കിൽ ഇത് മനസ്സിലാകത്തില്ല, അതുകൊണ്ടാണ് ഇത്രയും നീട്ടി പിടിച്ചെഴുതിയത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ മാത്രമായിട്ട് വേണമെങ്കിൽ ചുരുക്കി എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് പഠിക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചു തരാം, എവിടെ എഴുതാനുള്ളതെന്ന് പറയണം. മോളി മുതൽ ഞാൻ കാണിച്ചു തരാം.
Sir, please go ahead. മുകളിലോട്ടോ? Yes, sir. ഓക്കെ ആണോ? ഇതാണോ? No, sir. We'll be more. കുറച്ചുകൂടെ Yes, sir. എഴുതാനുള്ളവർ പിന്നെ എഴുതിയെടുക്കാനിരിക്കാതെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ഭാഗം കാണിച്ചു തരാം. വെയിറ്റ് ചെയ്ത് അത് എഴുതിയിട്ട് ക്ലിയർ ആക്കിയിട്ട് പോയാൽ മതി. ഈ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ഡെറിവേഷനേ ഉള്ളൂ ആകെ ഇതിനകത്ത് പഠിക്കാനായിട്ട്. കഴിഞ്ഞായിരുന്നോ ഏബൽ? ഈ ഭാഗം കഴിഞ്ഞോ? Yes, sir. ഓക്കെ, താഴോട്ട് കാണിക്കാം, നോക്കിക്കോളൂ. എവിടെയെങ്കിലും എഴുതാനുണ്ടെങ്കിൽ പറയാം. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഒരു ടോപ്പിക് അടുത്തൊരു ടോപ്പിക് കൊണ്ട് എഴുതിക്കോ. ടോർക്ക് ആക്ടിങ് നമ്മൾ അവിടെ പഠിച്ചായിരുന്നു. ടോർക്ക് ആക്ടിങ് ഓൺ എ ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിരുന്നു. അതേപോലെ തന്നെ ടോർക്ക് ആക്ടിങ് ഓൺ എ മാഗ്നറ്റിക് ഡൈപോൾ, അതായത് ടോർക്ക് ആക്ടിങ് ഓൺ എ ബാർ മാഗ്നറ്റ് പ്ലേസ്ഡ് ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഒന്നുമില്ല, മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്ന സമയത്ത് അത് കറങ്ങും, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അവിടത്തെ പോലെ തന്നെയാണ് അതും പഠിക്കാനുണ്ട്. അതേപോലെ പൊട്ടൻഷ്യൽ എനർജി അവിടെ നമ്മൾ പഠിച്ചായിരുന്നു. അതായത് എന്താണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ വെച്ചിട്ട് ടേൺ ചെയ്യുന്നതും അങ്ങനെയുള്ള കുറേ കേസുകളൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഒരു 6 കേസോ 5 കേസോ സംതിങ് പഠിച്ചിരുന്നു. സെയിം സാധനം തന്നെ ഇവിടെ ഉണ്ട്, വേറെ ഒരു ചെറിയ വ്യത്യാസം പോലും ഇല്ല. സെയിം സാധനം തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് ആ ടോർക്ക് ആക്ടിങ് പഠിച്ചിട്ട് ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ നോക്കിക്കോളൂ. അപ്പം ടോർക്ക് ആക്ടിങ്, ടോർക്ക് ആക്ടിങ്, ടോർക്ക് ആക്ടിങ് ഓൺ എ ബാർ മാഗ്നറ്റ്. ബാർ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ ആണ് കേട്ടോ. ചില ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ടോർക്ക് ആക്ടിങ് ഓൺ എ മാഗ്നറ്റിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്നായിരിക്കും ചോദിക്കുക. ടോർക്ക് ആക്ടിങ് ഓൺ എ ബാർ മാഗ്നറ്റ് പ്ലേസ്ഡ് ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ,
അപ്പോൾ നമ്മൾ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്യുക. അന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താ? പോസിറ്റീവ് ക്യൂ, നെഗറ്റീവ് ക്യൂ, പോസിറ്റീവ് ക്യൂ, നെഗറ്റീവ് ക്യൂ, പോസിറ്റീവ് ക്യൂ, നെഗറ്റീവ് ക്യൂ. അത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നു. അതിനിടയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു ഡൈപോൾ കൊണ്ടുവച്ചിരിക്കുകയാണ് -q + q. ഈ സൈഡിനെ ഈ ചാർജ് ഇങ്ങോട്ടേക്ക് വലിക്കുന്നു വിത്ത് എ ഫോഴ്സ് F എന്താ +q × E. ഈ ചാർജിനെ ഈ സൈഡ് ഇങ്ങോട്ടേക്ക് വലിക്കുന്നു വിത്ത് എ ഫോഴ്സ് F -q × E. ഓക്കെ, അപ്പം അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ടോർക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ടോർക്ക് കണ്ടുപിടിച്ചത്. ഇവിടെയും സെയിം സാധനം തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. നോക്കിക്കോളൂ, നമ്മൾ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്യാൻ വേണ്ടി നോർത്ത് പോൾ, സൗത്ത് പോൾ, നോർത്ത് പോൾ, സൗത്ത് പോൾ, നോർത്ത് പോൾ, സൗത്ത് പോൾ. അപ്പം ഞാൻ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നുണ്ടാകുക. ഇത് രണ്ട് മാഗ്നറ്റ് ആണ്. ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട്, ഇവിടെ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്. അങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. ഇതതിൻ്റെ സൗത്ത് പോൾ, ഇതതിൻ്റെ നോർത്ത് പോൾ. അങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. അല്ലാതെ ഇത് ബാർ മാഗ്നറ്റ് ആയിട്ട് എടുക്കരുത്. ഓക്കെ, ഇങ്ങനെ പോകുന്നു. ഇതിനിടയിലോട്ട് ഞാനൊരു ബാർ മാഗ്നറ്റ് കൊണ്ടുവെക്കുകയാണ്. ഇതിനിടയിലോട്ട് ഞാനൊരു ബാർ മാഗ്നറ്റ് ഇങ്ങനെ കൊണ്ടുവെക്കുകയാണ്. ഇതിനിടയിലോട്ട് ഞാനൊരു ബാർ മാഗ്നറ്റ് കൊണ്ടുവെക്കുന്നു. ബാർ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ ഇവിടെ, ബാർ മാഗ്നറ്റിന്റെ സൗത്ത് പോൾ ഇവിടെ. നമുക്കറിയാം ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എപ്പോഴും സൗത്തിൽ നിന്ന് നോർത്തിലേക്കായിരിക്കും. ഇതാണ് ക്യാപിറ്റൽ എമ്മിന്റെ ഡയറക്ഷൻ. ഓക്കെ, ഇതാണ് ഇപ്പോൾ അവർ തമ്മിലിരിക്കുന്ന ആംഗിൾ. ഓക്കെ ആണല്ലോ. അപ്പം ഇവര് എന്തായാലും റൊട്ടേഷൻ അനുഭവപ്പെടും. റൊട്ടേഷൻ അനുഭവപ്പെടുന്ന ഭാഗമായിട്ട് ഇത് ഇങ്ങനെ കറങ്ങി ഇത് തന്നെ ഇങ്ങനെ ആയിട്ട് മാറും. ഓക്കെ, ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതൊരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ അങ്ങ് എടുക്കുകയാണ്. ഓക്കെ, അപ്പം ഇത് ഡൈപോൾ ലെങ്ത് ആണ്. ആ ബാർ മാഗ്നറ്റിന്റെ ലെങ്ത് ആണ്, ഡൈപോൾ ലെങ്ത് ആണ് നമ്മൾ എടുക്കുന്നത്. 2L ആണ്. ഇത് 2L ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ഈ നോർത്ത് പോളിനെ ഈ സൗത്ത് പോൾ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യുന്നു വിത്ത് എ ഫോഴ്സ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, മറ്റേ QE എടുത്ത പോലെ വേണമെങ്കിൽ ഫോഴ്സിനെ വേണമെങ്കിൽ നമുക്ക് MB എന്ന് എടുക്കാം. അതായത് സ്മോൾ എം ആണല്ലോ പോൾ സ്ട്രെങ്ത്. അപ്പം ഇത് ഇങ്ങോട്ടേക്ക് F m × B. ഇത് ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അതും എന്താ F എന്താ m × B. അവിടെ എന്തായിരുന്നു? അവിടെ Q × E ആയിരുന്നു. ഇവിടെ അതിന് വരെ m × B. അവിടെ Q ചാർജ്, ഇവിടെ M പോൾ സ്ട്രെങ്ത്, സ്മോൾ എം. ക്യാപിറ്റൽ എം സ്മോൾ എമ്മും വ്യത്യാസം മനസ്സിലാക്കണം. ക്യാപിറ്റൽ എം ഡൈപോൾ മൊമെന്റ്, സ്മോൾ എം പോൾ സ്ട്രെങ്ത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കറിയാം ടോർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പം ഫോഴ്സ് ഇവിടെ സ്മോൾ എം × B ആണ്. ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സൈൻ തീറ്റ സൈഡിലോട്ട് എഴുതുക. സൈൻ തീറ്റ കണ്ടുപിടിക്കാൻ പോകുന്ന ട്രയാങ്കിളാണ്. അപ്പോൾ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ സൈഡാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ട്രയാങ്കിൾ ഫോം ചെയ്തല്ലോ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ എന്താ ഓപ്പോസിറ്റ്, അതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ലേ. നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇത് എയും ഇത് ബിയും ഇത് സിയും ആയിട്ട് എടുക്കാം. അപ്പം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ BC ആണ്. BC ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും AB ആണ്. AB ഓൾറെഡി നമുക്കറിയാം സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു BC ഡിവൈഡ് ബൈ എന്താ 2L എന്ന് വരും. ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് BC ആണ്. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി? BC ഓൾറെഡി കണ്ടുപിടിച്ചെന്താ 2L സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താ BC എന്ന് വന്നു. അങ്ങനെയാണ് ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു സ്മോൾ എം B ഇൻറ്റു എന്താ 2L സൈൻ തീറ്റ എന്ന് വരുന്നു. ഓക്കെ, നമുക്കറിയാം സ്മോൾ എം ഇൻറ്റു 2L ഇൻറ്റു B സൈൻ തീറ്റ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. സ്മോൾ എം ഇൻറ്റു 2L എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ക്യാപിറ്റൽ എം ആണ്. ക്യാപിറ്റൽ എം. അപ്പം ക്യാപിറ്റൽ എം B സൈൻ തീറ്റ നമുക്കിവിടെ വരുന്നു. നമുക്കറിയാം രണ്ടും വെക്ടർ ക്വാണ്ടിറ്റിയാണ്. രണ്ട് വെക്ടർ ക്വാണ്ടിറ്റിയെ സൈൻ തീറ്റ വെച്ച് എഴുതി കഴിഞ്ഞാൽ അതിനെ ക്രോസ് പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം. വെക്ടർ M ക്രോസ് വെക്ടർ B. ഇതായിരിക്കും ടോർക്ക് ആക്ടിങ് ഓൺ എ ഡൈപോൾ പ്ലേസ്ഡ് ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫൈനൽ ഇക്വേഷൻ. അവിടെ PE സൈൻ തീറ്റ ആയിരുന്നു, ഇവിടെ MB സൈൻ തീറ്റ. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ അതായത് ക്ലാസ്സിൽ പഠിക്കാം. 2 ക്ലാസ് കൂടെ വേണ്ടി വരും ഈ ചാപ്റ്റർ തീർക്കാനായിട്ട്. നോക്കട്ടെ അടുത്ത ക്ലാസ്സിൽ തീർക്കാൻ പറ്റുമോന്ന്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് അങ്ങ് തീരും. ഈ ചാപ്റ്റർ പെട്ടെന്ന് തീരും. ഇനി അടുത്ത നമ്മൾ വേവ് ഒപ്റ്റിക്സ് പഠിപ്പിക്കാൻ പോകുന്നത്. അത് ഇച്ചിരി പാടുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ അതും പെട്ടെന്ന് തീർക്കാം. വലിയ ഇതൊന്നും ഇല്ല. ഒരു മൂന്ന് ക്ലാസ് കൊണ്ട് ആ ചാപ്റ്റർ തീരും.
3 4 ക്ലാസ് കൊണ്ട് ആ ചാപ്റ്റർ തീരും. പിന്നെ അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സ് അല്ലേ ഉള്ളൂ. പിന്നെ ആകെ ഇച്ചിരി പാടുള്ളത് ഇനി എ സിയും കൂടെ ഉള്ളൂ. എ സി ഇച്ചിരി പാടാണ്. ബാക്കിയുള്ള എല്ലാം സിമ്പിൾ ആണ്, പെട്ടെന്ന് തീരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നാളെ എടുക്കാമേ. നാളെ ക്ലാസ് ഉണ്ടാവും വൈകിട്ട്.